ടുപോളേവ് Tu-214PU റഷ്യയുടെ ഈ അത്യാധുനിക യുദ്ധവിമാനം ഡൂംസ്ഡേ പ്ലെയിൻ എന്തിനാണ് ഇപ്പോൾ ഇറാനിൽ വന്നിരിക്കുന്നത്? അമേരിക്കയെ കുഴയ്ക്കുന്ന ചോദ്യമാണിത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ മാത്രമല്ല, ലോകത്തിനാകെ തന്നെയും. റഷ്യ ഇനി നേരിട്ട് ഇറാൻ യുദ്ധത്തിൽ പങ്കുചേരുമോ? ഇറാൻ ഒപ്പം നിൽക്കുമോ? അല്ലെങ്കിൽ തന്നെ ഇറാന് റഷ്യ പരോക്ഷ പിന്തുണ നൽകുന്നുണ്ടെന്ന് അമേരിക്ക ആരോപിക്കാറുണ്ട്. എന്തിനാണ് ഈ അത്യാധുനിക യുദ്ധവിമാനം, റഷ്യയുടെ പറക്കുന്ന യുദ്ധ കമാൻഡ് എന്നുവരെ പേരുള്ള ഈ ഒന്നാന്തരം വിമാനം ഇപ്പോൾ ഇറാനിൽ എത്തിയിരിക്കുന്നത്? ആ വിമാനത്തിൽ ഇറാനിൽ വന്ന റഷ്യയിലെ ഉന്നതർ ആരൊക്കെയാണ്? ചോദ്യങ്ങൾ നിരവധിയാണ്, ഉത്തരങ്ങൾ വളരെ കുറവും. എന്തുകൊണ്ടായിരിക്കണം ഈ വിമാനം വന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇത്രയും സജീവമാകാൻ കാരണം? ആ വിമാനം വെറും വിമാനമല്ല, ഒരു ഒന്നൊന്നര യുദ്ധവിമാനമാണ്. അത് തന്നെ പ്രധാന കാരണം. എന്താണ് ഈ യുദ്ധവിമാനത്തെ ഇത്രയേറെ വേറിട്ട് നിർത്തുന്നത്? എന്താണ് ഈ യുദ്ധവിമാനത്തിൻ്റെ പ്രത്യേകതകൾ? എന്തുകൊണ്ടാണ് ഈ വിമാനത്തെ റഷ്യയുടെ ഡൂംസ്ഡേ പ്ലെയിൻ എന്നുവരെ വിളിക്കുന്നത്? കാരണങ്ങൾ നിരവധിയാണ്. യുദ്ധം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ പോലും ഒരു തടസ്സവുമില്ലാതെ സൈനിക സംവിധാനങ്ങളുമായുള്ള കമാൻഡ് ഉറപ്പാക്കാൻ അതീവ സുരക്ഷിതമായ വാർത്താവിനിമയ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ, ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് റഷ്യയുടെ പറക്കുന്ന സൈനിക കമാൻഡ് പോസ്റ്റ് എന്ന വിശേഷണം ഈ വിമാനത്തിന് കിട്ടിയത്. ടുപോളേവ് Tu-214PU എന്ന വിമാനത്തിന് എൻക്രിപ്റ്റ് ചെയ്തതാണ് ആശയവിനിമയ സംവിധാനങ്ങൾ, ഡേറ്റ ലിങ്കുകൾ അതീവ സുരക്ഷിതം, 2 PS-98 ടർബോഫാൻ എഞ്ചിനുകൾ, ഒറ്റയടിക്ക് പറക്കാൻ സാധിക്കുക ഏകദേശം 6500 കിലോമീറ്റർ, മണിക്കൂറിൽ 850 കിലോമീറ്ററാണ് ശരാശരി വേഗത. സാധാരണയായി റഷ്യൻ ഉന്നത നേതൃത്വത്തിനു മാത്രം ഉപയോഗിക്കാനായി നീക്കിവെച്ചിരിക്കുന്നതാണ് ഈ വിമാനം. അതീവ അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിലും പ്രവർത്തിക്കാൻ പാകത്തിൽ നിർമ്മിച്ച വിമാനം. റഷ്യൻ സൈനിക നേതൃത്വവും ഭരണകൂടവുമൊക്കെ നേരിട്ട് ഉപയോഗിക്കുന്ന തരം റോസിയ സ്പെഷ്യൽ ഫ്ലൈറ്റ് സ്ക്വാഡ്രനാണ് വിമാനം ടെഹ്റാനിൽ എത്തിച്ചതെന്നാണ് വിവരം. സോവിയറ്റ് നിർമ്മിതമായ Tu-204 ഇടത്തരം ദൂരയാത്രാ വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പിനെ അടിസ്ഥാനമാക്കിയാണ് Tu-214PU നിർമ്മിച്ചിരിക്കുന്നത്. അതീവ നിർണായക ദൗത്യങ്ങൾക്കായി വിരലിലെണ്ണാവുന്ന Tu-214PU വിമാനങ്ങളെ റഷ്യ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളൂ. എന്നാൽ വിദേശ എയറോസ്പേസ് സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഈ വിമാനങ്ങളുടെ ഉൽപ്പാദനം കൂട്ടുമെന്ന് റഷ്യ അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റിന്റെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും യാത്രകൾ നിയന്ത്രിക്കുന്ന റോസിയ സ്പെഷ്യൽ ഫ്ലൈറ്റ് സ്ക്വാഡ്രനാണ് ഈ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. റഷ്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾക്ക് ആകാശത്തിരുന്നു കൊണ്ട് തന്നെ രാജ്യത്തെയും സൈന്യത്തെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ഈ വിമാനം. അതുകൊണ്ടാണ് ഈ വിമാനങ്ങളെ റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം എന്നും വിശേഷിപ്പിക്കുന്നത്. PU എന്ന ചുരുക്കപ്പേര് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. റഷ്യൻ ഭാഷയിൽ കൺട്രോൾ പോയിന്റ് അഥവാ കമാൻഡ് പോസ്റ്റ് എന്നതാണ് PU എന്ന ചുരുക്കപ്പേര്. ശത്രുക്കളുടെ ഭീഷണിക്കിടയിലും യുദ്ധത്തിന്റെ ആശങ്കകൾക്കിടയിലും ഭരണാധികാരികൾക്കും സൈനിക മേധാവികൾക്കും യുദ്ധതന്ത്രങ്ങൾ ഏകോപിപ്പിക്കാൻ സഹായിക്കുന്ന വിമാനം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, റഷ്യയുടെ ഈ അത്യാധുനിക വിമാനം ഇറാന് പിന്തുണ നൽകാൻ ഉറച്ചു തന്നെയാണ് വന്നിരിക്കുന്നതെങ്കിൽ പശ്ചിമേഷ്യ ഇതുവരെ കണ്ട യുദ്ധമായിരിക്കില്ല ഇനി കാണുക. അത് വേറൊരു രീതിയിലേക്ക് മാറും, അതിൻ്റെ മാനങ്ങൾ മാറും, അതുണ്ടാക്കുന്ന ആശങ്കകൾ എത്രയോ ഇരട്ടിയാകും. എന്താണ് റഷ്യൻ നീക്കത്തിന് പിന്നിൽ നിന്ന് വ്യക്തമാകുന്നത് വരെ കാത്തിരിക്കുകയേ വഴിയുള്ളൂ. കരാറുകൾ ഇടയ്ക്കിടയ്ക്ക് ലംഘിക്കുന്ന അമേരിക്കയ്ക്കും ഇറാനും ഇനി എന്താണ് മുന്നോട്ടുള്ളത് എന്നും നമുക്ക് കാത്തിരുന്നേ മതിയാകൂ. Subscribe to One India and never miss an update.